പ്രകൃതി ഭംഗി തുളുമ്പുന്ന അരുണാചൽ പ്രദേശിന്റെ മലനിരകൾക്കിടയിലൂടെയുള്ള യാത്രയിൽ നാം എത്തിച്ചേരുന്നത് ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ഭവനത്തിലാണ്. അവിടെ ഒരു പ്രാർത്ഥനാ സമ്മേളനം നടക്കുന്നു. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഗോത്ര സംസ്കാരവുമെല്ലാം ഈ പ്രാർത്ഥനയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അരുണാചലിലെ മലനിരകൾക്കിടയിലൂടെ ദീർഘദൂരം സഞ്ചരിച്ചെത്തുന്നവർ ആ ചെറിയ മുളവീട്ടിൽ വൈകുന്നേരത്തോടെ ഒന്നിച്ചു കൂടുന്നതോടെയാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. ചെറിയൊരു സൗഹൃദ സംഭാഷണത്തിന് ശേഷം ചുവടിലെ ക്രൂശിത രൂപത്തിനു മുന്നിലോ ക്രിസ്തുവിന് ചിത്രത്തിന് മുന്നിലോ മെഴുകുതിരികൾ തെളിക്കുന്നു. തുടർന്ന് നൈനി ഭാഷയിലുള്ള പ്രാർത്ഥനാഗീതങ്ങൾ ഉയരുകയായി. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് തനത് ഗോത്രഭാഷയിലുള്ള പ്രാർത്ഥനാഗാനം ഉറക്കെ ആലപിക്കും. ചിലർ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവർക്കിത് വെറുമൊരു പാട്ട് മാത്രമല്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച ഒരു ജനതയുടെ ജീവസുറ്റ വിശ്വാസ പ്രഖ്യാപനമാണ്. പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വീടിന്റെ നടുവിലുള്ള അടുപ്പിന് ചുറ്റുമിരുന്നാണ് പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. ഇത് ആത്മീയമായ ഒത്തുചേരലിനൊപ്പം അവരുടെ ഗോത്രപരവും സാമൂഹികവുമായ ഐക്യത്തെയും കൂടി സൂചിപ്പിക്കുന്നു. ആവശ്യത്തിന് വൈദികരുടെയും സന്യാസിനികളുടെയും കുറവ് മൂലം മിക്കവാറും പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നയിക്കുന്നത് അവിടുത്തെ കാറ്റക്കിസ്റ്റുകളായ കത്തോലിക്ക അൽമായ നേതാക്കളാവും. പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ ഒരാൾ പ്രാർത്ഥനകൾക്കിടയിൽ വിശുദ്ധ ഗ്രന്ഥം ഉറക്കെ വായിക്കുകയും കുടുംബത്തിലെ രോഗബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പലരുടെയും കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള കടന്നുവരവിന് പിന്നിൽ ഇത്തരം പ്രാർത്ഥനകളുടെ അനുഭവങ്ങളുണ്ട്. കേരളത്തിലെ പ്രാർത്ഥനാ ശൈലികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് അവരുടെ പ്രാർത്ഥനാ രീതി. തനത് ഗോത്രഭാഷയിൽ മുളങ്കൂട്ടങ്ങൾക്കിടയിലൂടെ ഉയരുന്ന പ്രാർത്ഥനാഗീതങ്ങൾക്ക് വല്ലാത്തൊരു ആത്മീയതയാണ്. രോഗശാന്തിക്കായും തങ്ങളുടെ കുടുംബങ്ങളുടെ നന്മയ്ക്കായും അവർ ആത്മാർത്ഥമായി കൈകൾ കൂപ്പുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും പരസ്പരം പുഞ്ചിരിയോടെ കൈകൾ നൽകുന്നു. വീട്ടുകാർ തയ്യാറാക്കിയ ലഘുഭക്ഷണമോ പരമ്പരാഗത ചായയോ എല്ലാവർക്കും വിളമ്പുന്നു. കുട്ടികൾ ചിരിച്ചുല്ലസിക്കുന്നു. പ്രാർത്ഥന ഇവർക്ക് വെറുമൊരു ചടങ്ങ് മാത്രമല്ല, മറിച്ച് പരസ്പരം താങ്ങായി നിൽക്കുന്ന ഒരു വലിയ കുടുംബത്തിന്റെ സ്നേഹപ്രകടനം കൂടിയാണ്. ഒരു ചായപ്പകർപ്പിലും പങ്കുവയ്ക്കലിലും ആ കൂട്ടായ്മ പൂർണ്ണമാക്കപ്പെടുന്നു. അരുണാചലിൽ 30-ലധികം ഗോത്ര വിഭാഗങ്ങളും അവരുടേതായ ഭാഷകളുമുണ്ട്. ഔദ്യോഗികമായി ഹിന്ദിയോ ഇംഗ്ലീഷോ ഉപയോഗിക്കാറുണ്ടെങ്കിലും വീടുകളിൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ അവർ തങ്ങളുടെ സ്വന്തം ഗോത്രഭാഷകളായ നൈഷി, ആദി, ഗാലോ, വാഞ്ചോ തുടങ്ങിയ ഭാഷകളിലെ പ്രാർത്ഥനാ പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. തനത് ശൈലിയിലുള്ള സംഗീതവും ഇതിന്റെ ഭാഗമാണ്. പ്രാർത്ഥന നടക്കുന്ന വീട്ടിൽ തന്നെയാണ് സദാ കത്തിയെരിയുന്ന അടുപ്പിനുള്ള വിറകുകളും സൂക്ഷിക്കുന്നത്. വടക്ക് കിഴക്കൻ വിഭവങ്ങളോ ലഘുഭക്ഷണമോ എല്ലാവർക്കുമായി അവർ പങ്കുവയ്ക്കുന്നു. ഗ്രാമത്തിലെ എല്ലാവരും തമ്മിലുള്ള സൗഹൃദം പുതുക്കുന്ന ഒരു വേദിയായി ഇത് മാറാറുണ്ട്. അതെ, വിശ്വാസത്തിന്റെ ഈ വെളിച്ചം മലനിരകളെ ഇപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. Rungo mo to ahate nam to rungo